ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് ഒരാളുടെ വസ്ത്രാക്ഷേപം നടക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ കുറെ കാലമായിട്ട് ഒളിച്ചിരിക്കായിരുന്നില്ലേ? വേറെ ആരുടെ അല്ല, എന്റെ കൈൻ്റെ തന്നെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് അവനെ ശരിയാക്കാം. അപ്പൊ നമ്മൾ ഡോക്ടറിനോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഡോക്ടർ കെട്ടാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അയക്കാം, കുഴപ്പമൊന്നുമില്ല, ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ലാന്നേ. അങ്ങനെ ഇതാ നമ്മൾ ഇന്ന് കെട്ട് അയക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവും കൈ അയക്കുമ്പോൾ? പാടായിരുന്നു കേട്ടോ അയക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കുറെ സാധനങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് വലിച്ച് പറിച്ചെടുക്കേണ്ടി വന്നു അവസാനം. അതിന് ശരിക്കും എനിക്ക് നല്ല സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു മാസത്തോളം എല്ലാത്തിനും കഷ്ടപ്പാടായിരുന്നു കേട്ടോ ഈ കയ്യിലിങ്ങനെ കേട്ടുള്ളതുകൊണ്ട്. എന്റെ കഷ്ടപ്പാടും വേദനയൊന്നും ഞാൻ കാണുന്നതിലും കൂടുതൽ എന്റെ ചേട്ടന്റെ കഷ്ടപ്പാടായിരുന്നു ശരിക്കും ഞാൻ കണ്ടത്. മോനെ റെഡിയാക്കലും ഫുഡ് ഉണ്ടാക്കലും രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കിയിട്ട് ഓഫീസിൽ പോകലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ. വൈകുന്നേരം 6 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാവും പിന്നെയും പണി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭാര്യയ്ക്ക് വയ്യെങ്കിൽ ഭർത്താവാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഒരുപാട് പേരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാര്യയ്ക്ക് വയ്യെങ്കിലും ഒരു കുഴപ്പമില്ലെങ്കിലും ഒന്നും ചെയ്തു കൊടുക്കാതെ, ഒന്നിനും സപ്പോർട്ടും കൊടുക്കാതെ, ഇത് മാറുന്നവരെ നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ, അല്ലെങ്കിൽ നിന്റെ അമ്മേനോട് വരാൻ പറ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ ചേട്ടൻ ഈ ഒരു മാസത്തോളം ഇല്ല, ഈ 1.5 മാസത്തോളം എന്നെ അത്ര നന്നായിട്ടാണ് നോക്കിയത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ നന്ദി പറച്ചിലിന്റെ ആവശ്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേങ്കിൽ ദൈവത്തോട് അതിലുപരി നന്ദി പറയാനാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കൈ ഇതാ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എനിക്ക് ആ വിരൽ കൊണ്ട് അങ്ങനെ വളയ്ക്കാനും ഇതാക്കാനൊന്നും പറ്റുന്നില്ല. നല്ല വേദനയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ വിരലിലുള്ള നഖത്തിലുള്ള വര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് നിലമ്പൂരിൽ വോട്ട് ചെയ്തില്ലേ, ആ വരയാണ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ കൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, നനയ്ക്കുന്നില്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ആ വര അവിടെ പോവാത്തത്. ഇപ്പൊ ആരെങ്കിലും നിന്ന് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ശരിയായിക്കോളും. പക്ഷെ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടൊക്കെ അയച്ചു കഴിഞ്ഞു കൈ നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അയ്യോ ഉള്ളിലേക്ക് ഉണങ്ങിയിട്ടില്ല, ഇനി ഉണങ്ങാനുണ്ട്, നീ കൈ നനയ്ക്കണ്ട, കുറച്ച് ദിവസം കൂടെ കെട്ടി അങ്ങനെ ഇരുന്നോട്ടെ, കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. മറ്റേ കൈ വീണ്ടും പഴയ പോലെ കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനി സോപ്പും വെള്ളമൊക്കെ തട്ടുമ്പോഴത്തേക്കും അത് മെല്ലെ റെഡി ആയിക്കോളുന്നു. പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ 2 ദിവസത്തേക്ക് പാത്രം കഴുകുക, അലക്കുക എന്ന് വേണ്ട എല്ലാ പണികളും ചേട്ടൻ തന്നെയാണ് കേട്ടോ ചെയ്തത്.